ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാതെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചില കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കലുണ്ട്, എങ്ങനെയാണ് എല്ലാതും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണ്, അല്ലെങ്കിൽ സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ കമൻസിലുകൾ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും എങ്ങനെയാണ് സമയം കിട്ടൽ? നമ്മളെ വീട്ടിൽ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്ലാന്റ്സ് കെയറിങ്ങും എങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ വീഡിയോകൾ നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കണ കമൻസിലൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്ത് പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാതും ചെയ്യൽ. എനിക്ക് മറ്റൊരു സഹായമോ ആരും ഇല്ലാതെ തന്നെയാണ് ഞാൻ നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടി നാളെ എനിക്ക് ഈ ജോലികളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലും നല്ല തെളിഞ്ഞ ആകാശമൊക്കെയാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇന്നലെ നമ്മൾ നന്നായിട്ട് വീടും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് അടിക്കാനും തുടക്കാനും എനിക്ക് ടൈം കിട്ടില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പോകും, നന്നായി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അടിക്കില്ല. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഞാൻ ഇന്നലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു, മുകളിലും താഴെയൊക്കെ ഒരുമിച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത്തരം പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് പ്ലാന്റ്സുകൾ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു സമയം അല്ലെങ്കിൽ ഇടയ്ക്കൊരു ദിവസം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ അതൊക്കെ ആകെ മോശമായിട്ട് പോകും. അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണല്ലോ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണല്ലേ, എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെയാണ് കൂടുതൽ ചെയ്യൽ. അപ്പോൾ നമ്മൾ ചിക്കന് എടുത്തിട്ട് കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറച്ച് നേരം വെക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചൂടാകുമ്പോഴേക്കും ഞാനിതാ കുറച്ച് മക്രോണി എടുത്തിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട്, അപ്പോൾ മക്രോണി എത്രയാണ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടാതെ കിട്ടും, ഓരോന്നായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ നമ്മൾ വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊടികളൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇട്ടാൽ. എന്നിട്ട് നമ്മൾ ചിക്കൻ മസാലയും നമ്മളെ ഗരം മസാലയും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയി കിട്ടണമെങ്കിൽ എന്തായാലും ചിക്കൻ മസാല ചേർത്തിരിക്കണം അല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം നമ്മൾ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കിംഗ് നമുക്ക് ഈസി ആക്കാൻ പറ്റും. എല്ലാ വീഡിയോസിലും ഞാനത് ഷെയർ ആക്കുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഏത് ജോലിയാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തട്ട. എന്നിട്ട് നമ്മൾ പിന്നെ ആ ജോലി ഒന്ന് ഒരുക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഒരു ജോലി എന്നുള്ളത് കുക്കിങ്ങാണ്. അപ്പോൾ കുക്കിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ അരിയാനും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കണം, അല്ലെങ്കിൽ വലിയ ഉള്ളി അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളിത് ഇങ്ങനെ വെക്കുമ്പോൾ കുറേ ടൈം പോകും. അപ്പോൾ എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ കുറേ സമയം നിന്നിട്ട് പണിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ എല്ലാ പ്രാവശ്യം ഞാൻ മുന്നേ തന്നെ കണ്ട് ഒരുക്കി വെക്കലാണ് ചെയ്യൽ. തലേ ദിവസം കട്ടിങ്ങാണ് ചെയ്ത് വെക്കും. അപ്പോൾ വേഗം നമുക്കണ്ട് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നമ്മളതിൽ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേവട്ടെ. അപ്പോൾ അത് വെച്ച സമയത്ത് മക്രോണി അപ്പുറത്ത് നമ്മൾ വേവുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ആ പാത്രങ്ങൾ വേഗാണ്ട് കഴുകിയെടുക്കട്ടെ. ഇതും എനിക്ക് കുറച്ച് മടിയുള്ള പരിപാടിയാണ്. ഈ പാത്രങ്ങൾ സിങ്കിൽ കിടക്കുക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ കിടന്നിട്ട് ഞാൻ പണിയെടുക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാതെ ആവട്ടെ. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാതെ പണിയെടുക്കുന്നതിനോട് ഒരു ഇതില്ല. നമുക്ക് ഒരു നല്ല ഇഷ്ടത്തോടു കൂടി പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയുള്ള ഒരു കിച്ചണിൽ നിന്നിട്ട് പണിയെടുക്കണം. അപ്പോൾ പാത്രങ്ങൾ ആവണ പാത്രങ്ങൾ വേഗം കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ
അത് സമയവും ലാഭമാണ്. നമുക്ക് കുറേ കൂടിയിട്ട് പാത്രം കഴുകേണ്ട ആവശ്യമില്ല. ചിലർ ഇങ്ങനെ കുക്കിംഗ് എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിട്ട് പാത്രം കഴുകുന്ന ശീലമൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യലിട്ട്. ആവണ പാത്രങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ വേഗം വേഗം കഴുകി കൂട്ടുക. പാത്രങ്ങൾ പരന്നെടുക്കുക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ വെക്കുക, അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അപ്പോൾ ആ പാത്രം കഴുകി വെച്ചപ്പോഴേക്കും നമ്മുടെ 2 വിസിലടിച്ചിട്ട് മക്രോണിയും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഊറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളെ കറി ഇതാ അവിടെ അതും സെറ്റായിട്ടുണ്ട്. കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു കുഴമ്പ് രൂപത്തിൽ എത്ര വെള്ളം മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്രോയിലർ ചിക്കനൊക്കെ ആകുമ്പോൾ അത് അധികം വേവൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് കുറേ ടൈം എടുത്തിട്ടുള്ള ഒരു ജോലിയാണ് ഇനിയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിക്കുക എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുക. അപ്പോൾ എനിക്കിനി ഉച്ചക്കും വൈകുന്നേരത്തിനൊക്കെ ഒരു കറി തന്നെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇനി എന്താ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കറി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പീസുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പീസും പിന്നെ നമ്മളെ കറിയും കൂടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അതിൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ചിക്കനേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മക്രോണി ഞാനിങ്ങനെ ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കൽ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഗരം മസാല ഒക്കെ ചേർത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ മക്രോണി ഇതുപോലെ വേവിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. അങ്ങനെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മക്രോണി ഉണ്ടാക്കുന്നത്. കുറച്ച് എരിവിലും കാര്യത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് മസാല വേണം അവർക്ക് മക്രോണി ഉണ്ടാക്കുമ്പോൾ. ഉച്ചക്കുള്ള ലഞ്ചും വൈകുന്നേരത്തിനുള്ള അതും കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ, ചായക്കുള്ളതും കൂടി. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് നിൽക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധികം പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം. കാരണം നമുക്ക് ക്ലീനിങ്ങും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ തുടച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കിച്ചൺ ടവലാണ്. അപ്പോൾ ഇത് ഇനി കല്ലിൽ കൊണ്ട് കഴുകാനൊന്നും ഇപ്പോൾ ടൈമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ ഡ്രസ്സ് കഴുകണ ഇതുണ്ടല്ലോ, ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഊരിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്ക് ചോറ് കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട്. പക്ഷേ നല്ല വെയിലുള്ള സമയമാണ്. 1 മണി സമയത്താണ് പിന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഈ വെയിലുള്ള സമയത്ത് തന്നെ നമ്മൾ ഇതിനെ ഇറങ്ങണം. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പഴയ ചട്ടികളാണ്. എൻ്റെ പ്ലാന്റ്സുകളൊക്കെ കേടായിട്ട് ചട്ടികൾ നമ്മളിങ്ങനെ മാറ്റി വെക്കുമല്ലോ. പിന്നെ ഈ ചട്ടികളൊക്കെ പഴയ ചട്ടികളാണ്. കുറേ കളറും കാര്യങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ ഒരു വൃത്തിയില്ലാത്തൊരു ആയിട്ടുണ്ട്. കുറേ പഴക്കമാകുമ്പോൾ അതിൻ്റെയൊക്കെ കളർ പോകുമല്ലോ. അത് പ്ലാസ്റ്റിക് ചട്ടികളാണ്. അപ്പോൾ അതിൻ്റെ കളർ പോവും. പിന്നെ നമ്മൾ മറ്റേ ചട്ടിയാണെങ്കിലും അതിൻ്റെ കളറൊക്കെ പോകട്ടോ. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം ഇനി ചെയ്യണത്. അപ്പോൾ പഴയ ചട്ടികൾ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ചട്ടികളൊക്കെ ഒന്ന് പെയിൻറ്റിങ് ചെയ്തിട്ട് എടുക്കണം, പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പുതിയ പ്ലാന്റ്സുകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനൊരു ദിവസം അങ്ങനെ ഇടയ്ക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്ലാന്റ്സുകളൊന്നും ഒരുപോലെ വൃത്തി പോലെ ആയി കിട്ടില്ല. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ പിന്നെ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ എന്താ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബോട്ടിൽ ഞാൻ 1 ലിറ്ററിൻ്റെ വാങ്ങി വെക്കലാണ്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 3-4 വർഷത്തിനുണ്ടാവും കേട്ടോ. അതുപോലെ അങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. നമ്മൾ വെള്ളം കൂടിയും ചേർത്തിട്ട് അടിക്കണ പെയിൻറ്റാണിത്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ട് ഈ പെയിൻറ്റും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചട്ടികളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇനി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചട്ടികളും നമ്മളിങ്ങനെ ഒഴിയുന്ന ചട്ടികൾ ഇങ്ങനെ കുറച്ച് മാറ്റിയൊക്കെ ഒരു 5-8 ചട്ടി അല്ലെങ്കിൽ 6 ചട്ടിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യലാണ്. നല്ല വെയിലുള്ള ദിവസം ഇത് പറ്റുള്ളൂ. ഇന്ന് നല്ല വെയിൽ തന്നെയാണ്. അപ്പം ഞാൻ അതൊന്ന് പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് പ്ലാന്റ്സുകളോ അതിൽ റിപ്പോർട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞാൻ തീർക്കൂട്ടത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പെയിൻ്റ് അടിക്കുകയാണ് ഇനി ചെയ്യണത്. കുറച്ച് ഒന്ന് കളറൊക്കെ പോയി ഒന്ന് ചട്ടികൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നും കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഒന്ന് അങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുക്കാം. നമുക്കിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പുതിയ ചട്ടി പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ ചെയ്യൽ. പിന്നെ നമ്മളെ ബ്ലാക്ക് ഒക്കെ നമ്മളെ കറുപ്പ് കളറുള്ള ചട്ടികളുണ്ടല്ലോ, ഒക്കെ ഞാൻ ഇതുപോലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേപോലത്തെ ചട്ടികളായിട്ടാണ്, ഒരേ കളറുള്ള ചട്ടികൾ. അപ്പോൾ നമ്മളെ മുറ്റത്ത് ഒരേ കളറുള്ള ചട്ടികളാകുമ്പോൾ ഒരു ഭംഗിയല്ലേ. കറുപ്പ് ചുവപ്പ് അങ്ങനെ വേറെ വേറെ കളറുകൾ വെക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നില്ല. ഒരേ കളറുള്ള ചട്ടികൾ
ചട്ടികൾ വെക്കുമ്പോഴാണ് കുറച്ച് ഭംഗിയായിട്ട് വരിക. അപ്പോൾ പുതിയ ചട്ടികളെ പോലെ തന്നെ ഉണ്ടാവും നമ്മളത്. പിന്നെ അങ്ങനെ ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുത്താൽ നമുക്കത് ചട്ടി വാങ്ങണേക്കാട്ടിയും ഒരുപാട് ലാഭട്ടാ. പിന്നെ ചട്ടി നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. ചെറിയ തൊമ്പും കാര്യങ്ങളൊക്കെ പൊട്ടലാണെങ്കിൽ കുറച്ചും കൂടി ഞാനത് അങ്ങനെയാണ് കൊണ്ടുപോകും കേട്ടോ. അതങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കുകയൊന്നുമില്ല. കുറേ നമ്മൾ അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ശേഷം പറ്റ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചട്ടികളൊക്കെ ഞാൻ ഒഴിവാക്കൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചില കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് കെയറിങ്ങിൻ്റെ വീഡിയോ ഇടുമോ, പിന്നെ പ്ലാന്റ്സുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചട്ടികളൊക്കെ നമുക്ക് തന്നെ പെയിൻ്റ് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുറ്റം നമ്മളെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ ചെയ്തിട്ടത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും കേട്ടോ. നമ്മളൊരു പണിക്കാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ കൊണ്ട് ചെയ്തിട്ട് നമ്മളത് കാണുമ്പോൾ അതിനെക്കാട്ടിയും ഒരു ഹാപ്പി ആയിട്ട് തോന്നും. നമ്മൾ അത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളതിനെ കാണുമ്പോൾ നമുക്കൊരു കൂടുതൽ മനസ്സിനൊരു സന്തോഷവും സുഖമൊക്കെ തോന്നും. പിന്നെ കൊറോണൻ്റെ സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ഭ്രാന്തായിരുന്നില്ല ഈ ചട്ടി ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാ വീടുകളിലും എല്ലാ വീട്ടമ്മമാരും പിന്നെ അവർ ആണുങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വീടുകളിൽ ചട്ടികൾ ഉണ്ടാക്കുന്ന പരിപാടിയിൽ സിമെൻറ്റ് കൊണ്ടുവരിക, എംസാൻഡ് സിമെൻറ്റും ഇറക്കിയതിന് ശേഷം ഈ ചട്ടി ഉണ്ടാക്കാനായിട്ട് നിൽക്കട്ടെ. അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ആ കൊറോണ സമയത്ത് ഞാനൊരു 50-55 ചട്ടിയോളം ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ പെട്ടതാണ് ഈ ചട്ടികൾ. ഇങ്ങനത്തെ കുറച്ച് ചട്ടികൾ നമ്മളിങ്ങനെ സിമെൻറ്റും എംസാൻഡും പിന്നെ ഒക്കെ കുഴച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കിയ ചട്ടിയാണിട്ടത്. ഇതുപോലത്തെ കുറച്ച് പക്ഷേ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഈ ചട്ടി. നന്നായിട്ട് കുറേ ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ, അപ്പോൾ നല്ല ഉറപ്പുള്ള ചട്ടികളാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ പല മോഡലുള്ള ചട്ടികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അച്ചു കൊടുന്നിട്ട് ഒരുപാട് ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും വീടുകളിലും കുറേ ഒരു ചട്ടി പോലും ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ ഏരിയയിലൊക്കെ നിങ്ങളാ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ചട്ടികളും പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് ചട്ടികളും ഒക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് ഞാനിങ്ങനെ പെയിൻറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്യലുണ്ട്. അപ്പോൾ വാങ്ങിയിട്ട് അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വാങ്ങും കേട്ടോ. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെക്കലുണ്ട്. അപ്പോൾ ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എല്ലാ ചട്ടികളൊന്ന് സെറ്റാക്കി വെക്കലുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച ചട്ടികളെ കണ്ട് മാറ്റി വെയിലത്തേക്ക് വെച്ചിട്ട് അത് ഉണക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒഴിവുള്ള ചട്ടികളൊക്കെ നമ്മൾ കാലിയായിട്ടുള്ള ചട്ടികളൊക്കെയാണ് ആദ്യം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വെക്കൽ, അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് പ്ലാന്റ്സ് വെച്ച ചട്ടികളും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്കൊക്കെ അന്ന് പിന്നെ അങ്ങനെ കണക്കൊന്നുമില്ല, എല്ലാ ചട്ടികളും ഒന്ന് വാങ്ങാൻ ചെടി ഉണ്ടാക്കുക അതൊക്കെ ഇന്ന് അന്ന് കൊറോണ സമയത്താണ് ഒട്ടുമിക്ക വീടുകളിലും ചെടികളുടെ ചട്ടികളുടെ ഇതൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലരത് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. നമ്മളെ മുറ്റത്ത് നല്ലൊരു ഗാർഡൻ വേണം അല്ലെങ്കിൽ ചെടികൾ വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ അതങ്ങനെ എന്നും അവരുടെ മനസ്സങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്നും അതുപോലെ അങ്ങനെ കൊണ്ടുനടക്കും. കുട്ടികളെ കൊണ്ടു നടക്കണ പോലെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ആളാണ് ചെടികൾ കാണുന്നതും പച്ചപ്പ് കാണുന്നതും മുറ്റം ഭംഗിയുള്ളതാവുന്നതും വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ച് കൊടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ കുറേ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ. നമ്മളെ വീട്ടിലുണ്ടായൊരു പഴം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഞാനും വെച്ചിട്ടുണ്ട്. സപ്പോട്ട, നമ്മൾ റംബുട്ടാൻ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി ചട്ടികളൊക്കെ ഉണങ്ങി ചട്ടികൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെടിയൊക്കെ കുറേ ഉണ്ട് കഴിയുമ്പോൾ അതൊരു മോശമായി വരും. അപ്പോൾ അത് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണെടുക്കലിട്ടാ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, എല്ലാ പ്ലാന്റ്സിനും ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റുകളാണെങ്കിൽ അതൊന്ന് പിടിച്ചതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എല്ലുപൊടി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലവർ ഉണ്ടാവാൻ എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാ. പിന്നെ ഇതൊക്കെ ബോഗൺവില്ലേൻ്റെ പ്ലാന്റുകളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് മുന്നുള്ള ചട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് മാറുമ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ. പിന്നെ മഴക്കാലത്ത് നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല, അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മഴക്കാലത്ത് പിന്നെ ഇങ്ങനെ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചട്ടികളൊക്കെ നാശമായിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ സൈഡിലായിരുന്നു ബോഗൺവില്ലേൻ്റെ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒക്കെ ഇനി പുറത്ത് കൊടുന്ന് വെച്ച് ഇനി സെറ്റാക്കി എടുക്കാണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഇത് മാത്രമല്ലല്ലോ, ഒരുപാട് പണികൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ഒരാൾ ഹെൽപ്പോ കാര്യങ്ങളൊന്നും എനിക്കില്ല. മക്കൾ 2 പേരുള്ളത്, അവർ രാവിലെ സ്കൂൾക്ക് പോകും, നേരത്തെ പോകും, നേരം വൈകിട്ട് 6 മണിയൊക്കെ ആവും. രാവിലെ ഒരു 6:45 പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി ആവാനാവും. അപ്പോൾ അവരൊരു ദിവസം മൊത്തം സ്കൂളിൽ തന്നെയാണ് പോകുന്നത്, ട്യൂഷനും സ്കൂളൊക്കെ ആയിട്ട്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടും. പിന്നെ നമ്മളെ മക്കളെ നമ്മൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിച്ചാൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് എടുത്തേക്കുക. നമ്മളൊരു നേരം വീട്ടിലില്ലെങ്കിലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരരുത്. അതിനാണ് നമ്മൾ ആ ശീലങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകുന്നത്. പിന്നെ പ്ലാൻസിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും ഞാൻ ഒറ്റക്കാണ് എല്ലാതും ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോന്ന് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒക്കെ അത്യാവശ്യം ചട്ടികളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, മോശമായതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിനി ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ മക്രോണി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച കാരണം കൊണ്ട് നമുക്ക് വേഗം എടുത്തിട്ടുണ്ട് കഴിക്കട്ടെ. നല്ല വിശപ്പും കാര്യം ഉണ്ടാവും. നല്ല ദേഹമാണെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പ് വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഇത് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. കാരണം അത് കുറച്ച് ഇങ്ങനെ മെനക്കെട്ടൊരു പണിയാണല്ലോ, ഇങ്ങനെ ഇരുന്നിട്ടും പല പൊസിഷനിലും ഇരുന്നിട്ട് വേണം നമ്മൾ ചട്ടി പെയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ളത്. കുറച്ചൊരു ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലുള്ള ദിവസമാണെങ്കിലും അവർക്കും അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് കഴിച്ചോളും, പിന്നെ നമുക്കും കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് എൻ്റെ ഓരോ ജോലികളും ഞാൻ കൊണ്ടുപോകൽ. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ പ്ലാന്റ്സൊക്കെ വെച്ചെടുത്തിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് പ്ലാന്റ്സൊക്കെ കുറച്ചും കൂടി വലുതായി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ ചട്ടികൾ നമ്മൾ മോശമായിട്ടുള്ള ചട്ടികൾ, ഇങ്ങനെ കളറൊക്കെ പോയ ചട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മുറ്റൊരു അഭംഗിയായിട്ട് വരും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഞാൻ അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ റെഡിയാക്കൽ. അപ്പോൾ ഇനി ഓരോരോ ഭാഗങ്ങൾ ഇനി വേറെ സൈഡ് ഇനി ശരിയാക്കും. അങ്ങനെ ഓരോന്നായിട്ടുണ്ട്. അങ്ങനെയല്ല ഒന്നിച്ച് നമുക്കൊന്നും ചെയ്തു പോകാനൊന്നും പറ്റില്ല, ഒരാളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറ്റുക അതിനനുസരിച്ചിട്ടൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോവുക. അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ്സ് കെയറിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോ ചോദിച്ച കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഇനി ഉള്ള ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഇനി അടുത്ത വീഡിയോ ഇടാം. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകളും കൂടി അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.